ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്നൊരു മാൽപ്പൂരിൻ്റെ റെസിപ്പി ആയിട്ട് വന്നേട്ടോ. പെട്ടെന്ന് 5 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു ഇതാണ് കേട്ടോ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1.5 കപ്പ് 1/2 കപ്പ് പഞ്ചസാരക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 ഏലക്കായ, ഒരു ടേസ്റ്റിന് 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് ആ ഒരു പഞ്ചസാരപ്പാനി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു പാനിലേക്ക് ഞാൻ ആ പഞ്ചസാരപ്പാനിയില്ല നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1.5 കപ്പിന് വെള്ളത്തിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എള്ളല്ല, കരിഞ്ജീരകം എന്തായാലും വേണ്ട. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിനാക്കിയിട്ട് നമുക്ക് മാവ് എടുക്കാം. കലക്കി വെക്കുക, റെസ്റ്റിന് വെക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ, ഒരു പാനിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരണം. അതിലേക്ക് ഇങ്ങനെ ഓരോ തവി, ചെറിയ തവിയും ഓരോ തവി വെച്ച് കൊടുക്കാൻ മറിച്ചിട്ട് കൊടുക്കട്ടെ. അധികം ഇങ്ങനെ കറുത്ത് വരാൻ നിൽക്കണ്ട. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കുന്നാലും ഒരു 2 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് അത് കറുത്ത് ഒരു ഉറപ്പായി വരും കേട്ടോ. ഇതേപോലെ ചുട്ടെടുക്കുക. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് റെസ്റ്റിന് വെക്കൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരിലേക്കും. പെട്ടെന്ന് മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുരമുള്ള സ്നാക്സൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അധികം സാധനമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് എടുക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നതിന് കുറച്ചും പെട്ടെന്ന് നല്ല ചൂടൊന്ന് മാറി കിട്ടിയാൽ നന്നായിട്ട് കുറച്ച് ഉറപ്പ് വരും കേട്ടോ. ഒരുപാട് ഇങ്ങനെ മുരിയാൻ കാത്ത് നിൽക്കണ്ട, പെട്ടെന്ന് എടുക്കണം. നല്ല രസമുണ്ട്. ഞാൻ ഇച്ചിരി കളറാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതി കേട്ടോ.